ദ ജേർണലിസ്റ്റിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പഴയ ഓഡിയോയുടെ മറ്റൊരു കഷണം പുറത്തുവിട്ടത് ആസൂത്രിതമായ ഗൂഢാലോചനയായിരുന്നു എന്ന കൃത്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തുവിട്ടത് ഇടതുപക്ഷത്തിന് വേണ്ടി വിടുപണി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അടങ്ങിയ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ന്യൂസ് 24 മലയാളം ചാനലാണെങ്കിൽ ആദ്യത്തെ ഓഡിയോ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനൽ എന്ന CPM വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. അപ്പോൾ ഇടതുപക്ഷം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റും ഓഡിയോ ക്ലിപ്പും ഓരോരോ കഷ്ണങ്ങളായി പൊതുസമൂഹത്തിലേക്ക് അവർ വിലക്കെടുത്ത അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയാണ് എന്ന ചർച്ചകൾ സജീവമായി പൊതുസമൂഹത്തിലുണ്ട്. ഒപ്പം ശബരിമല കൊള്ളയിൽ നാണം കെട്ടി നിൽക്കുന്ന CPM ഒരു പിടിവള്ളിയായി, ഒരു രക്ഷയായി അവരും സൈബർ സഖാക്കളും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ വിഷയത്തെ ഉപയോഗിക്കുകയാണ് എന്ന ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ നടത്തിയൊരു പ്രസ്താവനയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയതാണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ കുടുക്കുകയാണ്, ആദ്യം എനിക്ക് തെറ്റിദ്ധാരണ പറ്റി എന്ന് കൃത്യമായി പറഞ്ഞതോടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമൊക്കെ K. സുധാകരന് ജയ് വിളിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്താണെന്ന് സ്ഥാപിക്കാൻ, നിങ്ങൾക്ക് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞോ എന്ന ചോദ്യവും അവർ കൃത്യമായി ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പെർവേർട്ടാണ്, അയാൾ ചെയ്യുന്നത് മുഴുവൻ ദ്രോഹമാണ്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നു തുടങ്ങി നിരവധി വാദങ്ങൾ CPM സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന്, അവർ വിലക്കെടുത്ത യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയ പേജുകൾ, സൈബർ സഖാക്കൾ, അവർ വിലയ്ക്ക് വാങ്ങിയ ചാനലുകൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ മുഖേന നിരന്തരമായി പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരായി പോയത് കോൺഗ്രസിലെ ചില നേതാക്കളും കേരളത്തിലെ BJPയുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ആളിക്കത്തുകയും ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് CPMനെതിരെ, പ്രത്യേകിച്ച് CPM ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ഹിന്ദു ബെൽറ്റിൽ വ്യാപകമായി CPMനെതിരെ ഒരു വികാരം ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പഴയ ഒരു ഓഡിയോയുടെ ഒരു കഷണം പൊടി തട്ടിയെടുത്ത് CPM അനുകൂലികൾ വഴി അത് ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്തത്. ഉടനെ തന്നെ BJP ശബരിമലയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും വിട്ടിട്ട് മാങ്കൂട്ടത്തിൻ്റെ പിറകെ പോയി. കോൺഗ്രസിലെ ചില നേതാക്കളും, പ്രധാനപ്പെട്ട ചില നേതാക്കളും ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലേ എന്ന മട്ടിൽ സ്വന്തം മുഖം പൗഡറിട്ട് മിനുക്കി പൗഡർ കുട്ടപ്പന്മാരാകാൻ വേണ്ടി വളഞ്ഞിട്ട് രാഹുലിനെ അടിക്കാൻ വടി മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തു. ഇതോടെ CPMന് കാര്യങ്ങൾ എളുപ്പമായി. സർവ്വ ചർച്ചകളും രാഹുലിലേക്ക് മാറി. ശബരിമല കൊള്ള വിഷയത്തിൽ നിന്ന് സകലരും പിന്മാറുന്ന, അല്ലെങ്കിൽ ആ വിഷയം സജീവ ചർച്ചാ വിഷയമല്ലാതെ മാറ്റിയെടുക്കുന്നതിൽ CPM വിജയിക്കുകയും ചെയ്തു. അത് അവരുടെ രാഷ്ട്രീയ നീക്കമാണ്. ഇനി പ്രധാനമായി വരാൻ പോകുന്ന ചില നീക്കങ്ങൾ, അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. കാരണം ഈ ഓഡിയോ ക്ലിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് പോലീസിന് സ്വമേധയാൽ കേസെടുക്കാൻ കഴിയുന്ന വകുപ്പാണ്. അതിനാൽ ഈ മൊഴി ഒരു പ്രാഥമിക തെളിവായി പരിഗണിച്ചുകൊണ്ട് ഇര പരാതി നൽകിയില്ലെങ്കിലും പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഉയർന്നു വരുന്ന ഒരു നിയമോപദേശം. പക്ഷേ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസിൻ്റെ പുറത്ത് അഴിക്കുള്ളിലാക്കിയാൽ, പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം കുടുങ്ങുന്ന നിർണായകമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഈ കേസ് പോകും. നിലവിലെ സാഹചര്യത്തിൽ ഇര പരാതി കൊടുത്താൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അത് കോടതിയിൽ നിയമപരമായി ചലഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൃത്യമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളല്ല, നേരെ മറിച്ച് പച്ചയായ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതായത് ഒരു ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു നിരവധി ഓഡിയോ ക്ലിപ്പുകൾ അതെന്തായാലും മാധ്യമങ്ങളുടെ പക്കലുണ്ടാകും, ആ പെൺകുട്ടിയുടെ കയ്യിലും ഉണ്ടാകാം. കാരണം ഇവർ ഏറെക്കാലമായി ഉണ്ടായിരുന്നൊരു ബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ ചിലപ്പോൾ അവർ ഇരുവരും തമ്മിൽ പിണക്കമുണ്ടാകുമ്പോൾ, തല്ലുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന രൂക്ഷമായ ഭാഷകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രൊവോക്കേഷൻസ് ഒക്കെ ഒരു സ്വകാര്യതയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പല കുടുംബങ്ങളിലും പല വ്യക്തികൾക്കിടയിലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പുകൾ ശേഖരിച്ച് വെച്ച് അത് നീതി നേടാൻ വേണ്ടി ഉപയോഗിക്കാതെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് തന്നെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരും. കാരണം നിയമപരമായി പോവുകയാണെങ്കിൽ
ഫോണുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ മുറിച്ചിട്ട കഷ്ണങ്ങൾ മാത്രമായിരിക്കില്ല അന്വേഷണ സംഘത്തിന് കിട്ടുക, അല്ലെങ്കിൽ പുറത്തു വരിക. അത് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ മുറിച്ചിട്ട കഷ്ണങ്ങൾക്ക് മുൻപുള്ള സംഭാഷണങ്ങളുണ്ടാകും, മുറിച്ചിട്ട സംഭാഷണങ്ങൾക്ക് ശേഷമുള്ള നിരവധി ഫോൺ കോളുകളും സംഭാഷണങ്ങളും വേറെയും ഉണ്ടാകും. അത് ചിലപ്പോൾ ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടാകാം. അതായത് ഈ പെൺകുട്ടി ഗർഭഛിദ്രം നടത്തിയോ എന്ന് പോലും മാധ്യമങ്ങൾക്ക് ഉറപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു ഓഡിയോ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി ഗർഭഛിദ്രം നടത്തപ്പെട്ടോ, അത് നിർബന്ധിതമായിട്ടായിരുന്നോ, അതോ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയായിരുന്നോ, തുടങ്ങിയ കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടായിരുന്നോ, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയുമില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ സഖാക്കൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി ഇയാൾ പെർവേർട്ടാണ്, MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, രാജിവെക്കണമെന്നൊക്കെ പറയുമ്പോൾ നിയമപരമായി നടപടിയെടുക്കേണ്ട ആഭ്യന്തര വകുപ്പ് എന്തു ചെയ്യുകയാണ് എന്നുള്ളതാണ് ചോദ്യം. ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേട്, ആ വകുപ്പിൻ്റെ പിടിപ്പുകേടല്ലേ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്ന ചോദ്യവും മറുവശത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുന്ന സഖാക്കൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്ന സഖാക്കൾ, ആദ്യം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ ഉപദേശിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറയൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. VD സതീശനായിക്കൊള്ളട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, K മുരളീധരൻ, KC വേണുഗോപാൽ തുടങ്ങിയ സകല നേതാക്കളും, ഇന്ന് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ പറഞ്ഞത്, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കെതിരെ കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ഞാൻ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇതൊരു ആരോപണം മാത്രമായി നിർത്തി നിയമ നടപടികൾ കടുപ്പിക്കാതെ സർക്കാർ പിന്മാറുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഗൂഢാലോചനയുടെ മണമടിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതിനുള്ള കാരണം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തയാളെ എന്തുകൊണ്ട് പോലീസും അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്യുന്നില്ല? അങ്ങനെ ചെയ്താൽ ഈ കേസിലെ ഗൂഢാലോചനകളും പുറത്തു വരുമോ എന്നുള്ള ഭയമാണോ സംസ്ഥാന സർക്കാരിനുള്ളത്, CPM-ന് ഉള്ളത് എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. കാരണം ഈ ബന്ധം എങ്ങനെയാണ്? ക്രിമിനൽ അബോർഷൻ നടന്നിട്ടുണ്ടോ, മ്യൂച്വൽ കൺസെൻറ്റോടെയാണോ ബന്ധമുണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല. പിന്നെ എങ്ങനെയാണ് രാഹുൽ മാത്രം തെറ്റ് ചെയ്തു എന്ന് വിധിക്കാൻ കഴിയുക? ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, രാഹുലിന് എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൂടാ എന്ന്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, വാദി വന്നിട്ടില്ല. അതായത് ഒരു ഇര എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെ ഒരാൾ വന്നെങ്കിൽ മാത്രമേ അയാൾക്കെതിരെ രാഹുലിന് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ സൈബർ സഖാക്കളും സൈബർ സംഘികളുമുണ്ട്. ഇവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, കേരളത്തിൽ എത്ര മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ട് ആ കേസ് കൊടുത്തവർ വിജയിച്ചിട്ടുണ്ട്? ഇപ്പോൾ കരഞ്ഞു മെഴുകുന്ന സൈബർ സഖാക്കൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ കഴിഞ്ഞ 5, 6, 7 വർഷമായിട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നു, വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അടൂരുള്ള ഒരു പ്രമുഖ CPM നേതാവ് എത്ര കാലമായി മാനനഷ്ട കേസുമായിട്ട് നടക്കുന്നു. അതുപോലെ തൃശ്ശൂരുള്ള ഒരു കോളേജ് അധ്യാപികയായിട്ടുള്ള ഒരു സൈബർ സഖാവ്, അവരെത്ര കാലമായി സാജൻ ഷ്കാരിയക്കെതിരെ നിയമ നടപടിയുമായി മറുനാടനെതിരെ നടക്കുന്നു, എന്നിട്ട് അവർക്ക് നീതി കിട്ടിയോ? അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ഒരു വനിതാ സഖാവുണ്ട്. ആ സഖാവിനെ മറുനാടൻ വിശേഷിപ്പിച്ചത് സെക്സ് റാക്കറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെന്നാണ്, പെൺവാണിഭ സംഘം നടത്തുന്ന ആളെന്നാണ്. അങ്ങനെ ഒരു ബന്ധവും അവർക്കില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടും സാജൻ ഷ്കാരിയക്കെതിരെ ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല, മറുനാടനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇതാണ് സഖാക്കൾ തന്നെ കേരളത്തിൽ മാനനഷ്ട കേസുമായിട്ട് പോയാലുള്ള അനുഭവം. പോലീസ് പലപ്പോഴും അതിനോട് സഹകരിക്കാറില്ല, പോലീസ് ആ വിധത്തിൽ കേസെടുക്കാറില്ല. പോലീസ് പറയും നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പൊക്കോളൂ എന്നാണ്. കോടതിയിൽ പോയാൽ എന്ന് നീതി കിട്ടുമെന്നാണ് ഈ പറയുന്നത്. ഈ CPM ഏറ്റവും അധികം എതിർക്കുന്ന മറുനാടനെതിരെ പോലും മാനനഷ്ട കേസിൽ വിജയിക്കാൻ കഴിയാത്ത സൈബർ സഖാക്കളാണ് രാഹുലിനോട് മാനനഷ്ട കേസ് കൊടുക്കൂ ചാനലുകൾക്കെതിരെ എന്ന് പറയുന്നത്. ചാനലുകൾക്ക് എന്താണ് പറയുക? അവർ പറയും ഇത് ഞങ്ങളുടെ സോഴ്സാണ്, ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല, ഈ ഓഡിയോ ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട്, അതിൻ്റെ ആധികാരികത ഞങ്ങൾക്കറിയില്ല, ആധികാരികത സർക്കാരാണ് പരിശോധിക്കേണ്ടത്, ഞങ്ങൾക്കൊരു ഓഡിയോ കിട്ടി, ഞങ്ങളത് സംപ്രേഷണം ചെയ്തു, അതിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ കോടതിയിൽ പറയുക. ഇതുകൊണ്ട് എന്ത് കാര്യമാണ് രാഹുലിനുണ്ടാവുക? രാഹുലിന് എന്ത് നീതി കിട്ടുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് റിസൾട്ടാണ് രാഹുലിനുണ്ടാവുക? പക്ഷേ രാഹുൽ പറയുന്ന മറ്റൊരു കാര്യം, ഇതിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുക്കട്ടെ, അന്വേഷണം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് താൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങും എന്ന് കൃത്യമായി രാഹുൽ പറഞ്ഞിട്ടുണ്ട്.
ആ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ച പലരും മറുപടി പറയേണ്ടി വരും. കാരണം ഇവർ തമ്മിലുള്ള ബന്ധം കൺസെൻറ്റോട് കൂടി ഉള്ളതാണ് എന്ന് രാഹുൽ തെളിയിച്ചാൽ ഇത്രയും കാലം രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച ചാനലുകാരും മാധ്യമപ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ സകലരും രാഹുലിനെതിരെ പരാതി കൊടുത്ത ചില പൊതുപ്രവർത്തകരെന്ന് പറയുന്നത് ഉൾപ്പെടെ കൃത്യമായി കുടുങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസ് തന്നെ നിയമപരമായി നിൽക്കാത്ത FIR ആണ് എന്നാണ് കൃത്യമായി പുറത്തു വരുന്ന വിവരം. അതായത് വാദി അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്, അന്തരീക്ഷത്തിലാണ് പ്രതിയും നിൽക്കുന്നത്. ഇപ്പോൾ BNS കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത്തരമൊരു വാദം പോലും ഈ കേസിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ അബോർഷൻ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നടത്തണം എന്ന് പറയുന്നു എന്നതല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ഇതിൽ പുറത്തു പറയുന്നില്ല. ഇനി ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് വന്നത്, ആരൊക്കെ തമ്മിലാണ് സംഭാഷണം നടത്തിയത്, ഈ ഓഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത്. ഈ ഓഡിയോ ഏതെങ്കിലും ഒരു പരാതിയുടെ ഭാഗമായി യുവതി അന്വേഷണ സംഘത്തിന് കൊടുക്കുകയോ കോടതിയിൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഓഡിയോയാണ്. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളായി ഇടതുപക്ഷ മാധ്യമങ്ങളിലൂടെ മാത്രം എങ്ങനെ പുറത്തു വന്നു? അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകർ ഇത് ശേഖരിച്ചിട്ട് എന്തുകൊണ്ട് ഇത് ആധികാരികമായ തെളിവായി അന്വേഷണ സംഘത്തിന് കൊടുത്തില്ല? ഈ യുവതിയെ കണ്ടു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എന്തുകൊണ്ട് ഈ കേസിൽ മൊഴി കൊടുക്കാൻ, ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ ഒരു കാര്യത്തിലും സഹകരിക്കാതെ ഈ ആളുകൾ രാഹുലിനെതിരെ ഒരു പുകമറ മാത്രം സൃഷ്ടിക്കുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അണിയറയിൽ നിൽക്കുന്നുണ്ട്. നിയമപരമായി കാര്യങ്ങൾ വരണമെങ്കിൽ ആ പെൺകുട്ടിയെ പൊക്കിക്കൊണ്ട് വന്നവരുൾപ്പെടെ ഈ കേസിനെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം. ഇത് ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ആളിക്കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു ഓഡിയോ കഷ്ണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പുറത്തേക്ക് വിട്ടു. അതിനപ്പുറം ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാഹുൽ ഇതിനെതിരെ നിയമപരമായി പോരാടാൻ ഇറങ്ങിയാൽ ഈ യുവതിയുടെ ഓഡിയോയും പൊക്കിക്കൊണ്ട് വന്നവർ അടക്കമുള്ളവർ കുടുങ്ങാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്നു തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചില നീക്കങ്ങൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഒരു ബഹളമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ നീങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ചടിക്കാനുള്ള സാധ്യതകളും വളരെയേറെയാണ്.